ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇന്ന് നടന്ന എക്സാമിൻ്റെ ഒരു റിവ്യൂ ആണ്. ഇന്നലത്തെ എക്സാം പോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു തോതിൽ പരാതി ഉയർന്നിട്ടുണ്ട്. വേണ്ട നടപടികൾ യൂണിവേഴ്സിറ്റി എടുക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വാല്യുവേഷൻ കുറച്ചും കൂടിയിട്ട് ലിബറൽ ആവാനുള്ള ഒരു ചാൻസ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഇന്ന് നടന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു റിവ്യൂ നോക്കാം. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ഫിനാൻഷ്യൽ സർവീസിലുണ്ടായ പോലെ തന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻസാണ് ഒട്ടും പെട്ടെന്ന് എഴുതാൻ കിട്ടാത്ത രീതിയിലുള്ളത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മ്യൂച്വൽ ഫണ്ട്, അതായത് ഇന്നലെയും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഇന്നും അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ NPS? നാഷണൽ പെൻഷൻ സിസ്റ്റത്തിനെയാണ് NPS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ ഫണ്ടുകൾ, ആ കാര്യങ്ങൾ വരുന്ന ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് ചെറുതായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് PPF, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വാട്ട് ഡു യു മീൻ ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 അനാലിസിസാണ് ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ. EIC അനാലിസിസൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള അനാലിസിസുകൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അത് പറയുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനെ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതുവഴി ഉണ്ടാവാനുള്ള റിസ്ക്കുകൾ എന്തൊക്കെയാണ്, സാധ്യതകൾ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ വാട്ട് ഈസ് ലിക്വിഡിറ്റി റിസ്ക്, എന്താണ് ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്ക്? റിസ്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അവിടെ പറയുന്നുണ്ട്. അതിലത്തെ ഒന്നാണ് ലിക്വിഡിറ്റി റിസ്ക് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മാനേജ്മെൻറ്റ് ഇവാലുവേഷൻ, എന്താണ് മാനേജ്മെൻറ്റ് ഇവാലുവേഷൻ? ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അത്ര സുപരിചിതമായിക്കൊള്ളണമെന്നില്ല. മാനേജ്മെൻറ്റ് ഇവാലുവേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മൊത്തത്തിലുള്ള ഷെയർസ് കാര്യങ്ങൾ അതിനെയൊക്കെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നേ പഠിച്ച എക്കണോമിക്സിലൊക്കെ പഠിച്ചൊരു സംഭവമാണെങ്കിലും ഇവിടെ കിട്ടിക്കൊള്ളുന്നില്ല. ആ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണെന്ന്, പല രാജ്യങ്ങൾ തമ്മിൽ കച്ചവടം നടക്കുന്ന സമയത്ത് ഒരു രാജ്യം എത്രയാണോ ഇനി വേറൊരു രാജ്യത്തിന് ബാക്കി കൊടുത്തു തീർക്കാനുള്ളത്, അത് തന്നെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചോദിച്ചത് വാട്ട് ഈസ് RSI, ഇത് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിനെ കുറിച്ച് തന്നെയാണ് കാണിക്കുന്നതിൽ. പ്രധാനമായിട്ടും ഈ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓരോ നിമിഷവും ഒരു ഷെയറിൻ്റെ വില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അത് എത്രത്തോളം ആ പ്രൈസ് ചേഞ്ച് ആ ഒരു ഷെയറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ മുകളിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അത് മെഷർ ചെയ്യാനുള്ളൊരു ഇൻഡിക്കേറ്ററാണ് ഈ RSI എന്ന് പറയുന്നത്. ഒരു ഇൻഡെക്സാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് പ്രൈസ് ചേഞ്ച് ഓരോ നിമിഷത്തിലും എത്രത്തോളം ഡിഫറൻസിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ വ്യാപ്തി എങ്ങനെയാണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ RSI എന്ന് പറയുന്നത്. പിന്നെ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതെല്ലാം നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്കുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്, ലിക്വിഡിറ്റി റിസ്ക്, പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെ. എന്താണ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അത് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്ലെയിൻ MPT. ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം MPT എന്ന് പറയുന്നത് മോഡേൺ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ തിയറി, മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഈ ഒരു തിയറി പ്രകാരം ഒരു ഇൻവെസ്റ്റർ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അയാൾ റിസ്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത്രയും സെലക്റ്റീവായിട്ടാണ് അവരുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ പല ഫണ്ടുകളിലേക്കായി നിക്ഷേപിച്ചിട്ട് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ അവർ മാക്സിമം നോക്കുകയാണ്. ഇതിനെ തന്നെയാണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ് പോർട്ട്ഫോളിയോ ചോദിച്ചാൽ അതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ഡു യു മീൻ ബൈ ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി,
ഇതുവരെയുള്ളത് തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം ആൾക്കാർ ഇത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഈ ഭാഗം എന്ന് അറിയാത്ത. ആക്റ്റീവ് റിവിഷൻ സ്ട്രാറ്റജി എന്തൊക്കെയാണ്, പിന്നെ വാട്ട് ഈസ് വേരിയബിൾ റേഷ്യോ പ്ലാൻ, എന്തിനാണ് വേരിയബിൾ റേഷ്യോ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 8ഓളം ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡയറക്റ്റ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കുറേയൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആയ ക്വസ്റ്റ്യൻസും പിന്നെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി പാർട്ട് ബിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ 3 കൺസെപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് 3 കൺസെപ്റ്റുകൾ ഏതൊക്കെ കൺസെപ്റ്റിലാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ 17ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ടൈപ്സ് ഓഫ് റിട്ടേൺ, ഏതൊക്കെ തരത്തിലുള്ള റിട്ടേണുകളുണ്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. 18ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ സം ചലഞ്ചസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണ മുന്നേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു അനാലിസിസാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെക്നിക്കൽ അനാലിസിസിന് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഇൻ ഫിനാൻസിൽ, അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രധാനമായിട്ടും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്താ, അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നമുക്ക് ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്യാംബ്ലിങ്, ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. ഗ്യാംബ്ലിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. റൈറ്റ് എ നോട്ട് ഓൺ സ്റ്റേജസ് ഓഫ് ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ അനാലിസിസ്. ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ ആ EIC അനാലിസിസ് വരുന്നുണ്ടല്ലോ, കമ്പനി അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി കമ്പനി ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന അതിൻ്റെ എക്കണോമിക് അനാലിസിസ് നമ്മൾ 3 അനാലിസിസ് ചെയ്യുമ്പം അതിലത്തെ ഇൻഡസ്ട്രിയുടെ ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻഡസ്ട്രി അനാലിസിസ്. വീണ്ടും അത് തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുക, ഇൻഡസ്ട്രി അനാലിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഡിസ്കസ് സം ക്രിട്ടിക്സ് ഓഫ് EMHയുടെ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസിന് ഉള്ള കുറച്ച് ക്രിറ്റിസിസംസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 5 മാർക്കിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ടഫ് അല്ലെങ്കിൽ ചോദിക്കാത്തതെന്ന് പറയാനില്ല. കാരണം ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് തന്നെ വന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന എസ്സേ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരുന്നു. കാരണം ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിച്ചു ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, വളരെ ഈസി ആയതും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ 25ാമത്തേൽ പറഞ്ഞ എക്സ്പ്ലെയിൻ അബൌട്ട് നോൺ മാർക്കറ്റബിൾ ഫിനാൻഷ്യൽ അസറ്റുകൾ. ഏതൊക്കെയാണ് മാർക്കറ്റബിൾ ആയിട്ടുള്ള അസറ്റ് എന്നുള്ളതാണ് നോൺ മാർക്കറ്റബിൾ, നമുക്കങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. 26ാമത്തെ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കമ്പനി അനാലിസിസ്. നേരത്തെ ഇൻഡസ്ട്രി അപ്പോൾ അവർ ശരിക്കും ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രി അനാലിസിസിനെ കുറിച്ച് 2 നല്ല ക്വസ്റ്റ്യൻസ് അവരോട് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കമ്പനി അനാലിസിസ് എന്താണെന്നുള്ളതും അതെന്തൊക്കെ ഫാക്ടേഴ്സാണ് അനാലിസിസ് ചെയ്യുമ്പോൾ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് 3ാമത്തെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. 4ാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ സർട്ടൺ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസിങ് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കലായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് എഴുതാൻ പെട്ടെന്ന് പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ബാക്കി 3 എസ്സേയും നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ 2 എഴുതേണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് ഏതാണെങ്കിലും സെലക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിവ്യൂവിൽ നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് 2 സബ്ജക്റ്റിൻ്റെയൊക്കെ ഞാൻ ഇട്ട് തന്നിരുന്നു. പക്ഷേ അതിൽ നിന്ന് തികച്ചും വിപരീതമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ളൊരു ക്വസ്റ്റ്യൻസ് അല്ല 2 മാർക്കിൻ്റെ പാറ്റേണിൽ വന്ന ക്വസ്റ്റ്യൻസ്. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഒരുപോലെ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ ഉണ്ടാവും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം എന്തായാലും വാല്യുവേഷൻ ലിബറൽ ആവാനുള്ള ഇത്രയും കാരണം യൂണിവേഴ്സിറ്റിയുടെ ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ വാല്യുവേഷൻ, അതായത് ഈ ഒരു ചർച്ചകളൊക്കെ അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവാം. അതിൻ്റെ ഫലമായിട്ട് പേപ്പറുകൾ വാല്യുവേഷൻ ക്യാമ്പിൽ എത്തുമ്പോൾ തന്നെ അതാത് ക്യാമ്പിൽ ചെയർമാൻ തന്നെ ഇൻസ്ട്രക്ഷൻ തരാം. കാരണം ഇന്നുന്ന ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് മാർക്ക് കൊടുക്കാനൊരു സംവിധാനം ഉണ്ടാക്കുമായിരിക്കാം എന്നെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. അതോടുകൂടി നമ്മുടെ ഈ ഒരു 6th സെമസ്റ്ററിൻ്റെ ഈ ഒരു എക്സാമിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ സബ്ജക്റ്റുകളുടെ അപ്ലോഡിങ്ങും വീഡിയോസും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഇത് മാക്സിമം കണ്ട് നല്ല രീതിയിൽ എക്സാം എഴുതിയ എല്ലാവർക്കും എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. തുടർന്നും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.